നെഹ്റു ട്രോഫി ജലമേളയുടെ നടത്തിപ്പ് വിവാദ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ അന്തിമ തീരുമാനം ഇന്ന്. ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉയർന്നതോടെ ബോട്ട് റേസ് കമ്മിറ്റി ഇന്ന് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ചയാകും. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എംഎൽഎക്ക് അപകടമുണ്ടായ പരിപാടി സംഘടിപ്പിച്ച ഓസ്കാർ ഇവന്റ്സിന് കരാർ നൽകാനുള്ള തീരുമാനമാണ് വിവാദമായത്. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഇനിയൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ, പ്രതിഷേധമൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ആ കമ്പനിക്ക് തന്നെ നൽകാനുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യത കുറവല്ലേ? തീർച്ചയായും ശ്രുതി, അങ്ങനെ വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ചും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. അതായത് കലൂർ സ്റ്റേഡിയത്തിൽ നേരത്തെ സിനിമാ താരം ദിവ്യ ഉണ്ണി അടക്കം പങ്കെടുത്ത ഒരു പരിപാടി നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിക്കിടെയാണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റത്. ഈ പരിപാടിയുടെ സംഘാടകരാണ് ഓസ്കാർ ഇവന്റ്സ് എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. ഇതേ കമ്പനിക്ക് തന്നെയാണ് നെഹ്റു ട്രോഫി ജലമേളയുടെ നടത്തിപ്പ് നൽകാനുള്ളൊരു നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഏറ്റവും ഇതിൽ ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാവുന്ന കാര്യം, ഈ കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ ദൃശ്യങ്ങളടക്കം ഈ കമ്പനി ജില്ലാ കലക്ടറെ കാണിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടാണ് ജില്ലാ കളക്ടർ ഈ കമ്പനിക്ക് തന്നെ കരാർ നൽകാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ NTBR എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ വിഷയം വന്നപ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയായി. നേരത്തെ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേൽക്കാൻ ഇടയായ അതേ പരിപാടിയുടെ സംഘാടകരാണ് ഇത്രയും വലിയ ജലമേളയുടെ നടത്തിപ്പുകാരാകാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധം ഉയരുകയും അത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും NTBR കമ്മിറ്റി ആയിരിക്കും സ്വാഭാവികമായും ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സർക്കാരും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കും. അതിനുശേഷം ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തവണ കൂടി യോഗം ചേർന്ന് ഇതിൽ അന്തിമ തീരുമാനം എടുക്കാനാണ് സാധ്യത. ശരി, വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.